വീണ്ടും ഒരിക്കൽ കൂടി വീഡിയോയിലൂടെ നിങ്ങളുടെ സമീപം പറ്റുവാൻ ഇടയാക്കിയത് ഓർത്ത് ഞാൻ സന്തോഷവാനാണ്. ഒന്നിനിടെ ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെയും കാണണം, ലൈക്ക് ചെയ്യണം. നിങ്ങളെ നല്ല വീഡിയോകൾ വീണ്ടും ഡൗൺലോഡ് ചെയ്യുവാൻ എന്നെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം, മറ്റുള്ളവരെ കൂടെ പരിചയപ്പെടുത്തണം. ഈ വീഡിയോയുടെ അവസാനം വരെയും നിങ്ങൾ കാണണം. അവസാനം ചില പ്രത്യേക കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ആകയാൽ എന്നെ ശ്രദ്ധിക്കുവാൻ ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ നാളുകളിൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മളെ ഒന്ന് വിചിന്തനം ചെയ്യുവാനും നമ്മുടെ കണ്ണുകൾ ഒന്ന് തുറക്കുവാനും ഇടയാക്കി തീർക്കണം എന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായത്തിൽ നാം കാണുന്നതെങ്ങനെയാണ്: യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യവും ആക്കി കീഴ്മേൽ മറിക്കും, അതിലെ നിവാസികളെ ചിതറിക്കുകയും ചെയ്യും. ജനത്തിനും പുരോഹിതനും ദാസനും യജമാനനും ദാസിക്കും യജമാനത്തിക്കും കൊള്ളുന്നവനും വിൽക്കുന്നവനും കടം കൊടുക്കുന്നവനും കടം വാങ്ങുന്നവനും പലിശ വാങ്ങുന്നവനും പലിശ കൊടുക്കുന്നവനും ഒരുപോലെ ഭവിക്കും. ഭൂമി അശേഷം നിർജ്ജനമായും കവർച്ചയായും പോകും. യഹോവയല്ലോ ഈ വചനം അരുളി ചെയ്തത്. ഭൂമി ദുഃഖിച്ച് വാടിപ്പോകുന്നു, ഭൂതലം ക്ഷയിച്ച് വാടിപ്പോകുന്നു. ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു. ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടങ്ങളെ മറിച്ച് നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി, അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചുപോയി, ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു. വേദപുസ്തകത്തിലെ നിത്യമായ ചില സത്യങ്ങളിൽ ഈ അന്ത്യകാലത്ത് നമ്മുടെ ഈ തലമുറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നാം ഈ അധ്യായം തന്നെ നാം വായിച്ചു വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതുകൂടെ ഈ തരുണത്തിൽ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഭൂവാസിയെ പേടിയും കുഴിയും കെണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽ അകപ്പെടും. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. ഭൂമി പൊടുപിടെ പൊട്ടുന്നു, ഭൂമി കിറുകിറെ കീറുന്നു. ഭൂമി കിടുകിട കിടുങ്ങുന്നു, ഭൂമി മർത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽമാടം പോലെ ആടുന്നു. അതിൻ്റെ അതിക്രമം അതിൻ്റെ മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും, എഴുന്നേൽക്കുകയില്ല. പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് തൻ്റെ ദർശനത്തിൽ ഈ ഭൂമിക്ക് സംഭവിക്കുവാൻ പോകുന്ന ആ വലിയ ദുരന്തത്തെക്കുറിച്ച്, അപകടത്തെക്കുറിച്ച് പ്രവചനാത്മാവിൽ ദാർശനികമായ നിലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് ഞാനിവിടെ
പറയുവാൻ ഇടയായി തീർന്നത്. ഈ കാലഘട്ടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ദുരന്തങ്ങൾ, അപകടങ്ങൾ, ആപത്തുകൾ ഒക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? മനുഷ്യൻ്റെ അകൃത്യം നിമിത്തം ഭൂമിക്ക് ഭാരമായി തീർന്നിരിക്കുന്നു. ഭൂമിക്ക് താങ്ങുവാൻ കഴിയാത്ത ഭാരം മനുഷ്യൻ മുഖാന്തരമായി ഈ ഭൂമി സഹിച്ചുകൊണ്ടിരിക്കുകയാണ്, വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യന് താങ്ങുവാൻ കഴിയുന്ന ഭാരമല്ലേ താങ്ങുവാൻ കഴിയുള്ളൂ. നമുക്ക് ചുമക്കുവാൻ കഴിയുന്ന ഒരു 50 കിലോ ഭാരം ചുമക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ തലയിൽ ഒരു 150 കിലോ ഭാരം വെച്ചാൽ അവൻ എങ്ങനെ നിൽക്കും? അവൻ ആടിപ്പോകുകയില്ലേ? ഉലഞ്ഞു പോകുകയില്ലേ? ഇതുതന്നെയാണ് ഭൂമിക്കും സംഭവിച്ചിരിക്കുന്നത്. ഈ ഭൂമിക്ക് താങ്ങുവാൻ കഴിയാത്ത നിലയിലുള്ള മനുഷ്യൻ്റെ അകൃത്യം, മനുഷ്യൻ്റെ പാപം നിമിത്തം ഈ ഭൂമിക്ക് വലിയ ഭാരമായി തീർന്നിരിക്കുന്നുണ്ട്. ഈ ഭൂമിക്ക് നിൽക്കുവാൻ കഴിയാതെ, നേരെ നിൽക്കുവാൻ കഴിയാതെ ഇത് ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്, ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയിൽ മനുഷ്യനുമായി അഭേദ്യമായൊരു ബന്ധമുണ്ട്. കാരണം മനുഷ്യൻ മണ്ണിൽ നിന്നെടുത്തവനാണ്, മണ്ണുകൊണ്ട് ഉരുവാക്കിയവനാണ്. അതുകൊണ്ട് ഈ മണ്ണും മനുഷ്യനും തമ്മിൽ അഭേദ്യമായ ചില ബന്ധങ്ങളുണ്ട്. മനുഷ്യനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഈ മണ്ണിനെ ബാധിക്കും, ഈ ഭൂമിയെ ബാധിക്കും. അതാണ് ഈ കാലങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നേരിട്ട ദുരന്തങ്ങൾ നോക്കണം, എത്ര വേദനാജനകമാണ്. മനുഷ്യൻ ഒരിക്കലും ചിന്തിക്കാത്ത, ഒരിക്കലും ഭാവനയിൽ പോലും വിചാരിക്കാത്ത വലിയ ദുരന്തങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ ദുഃഖിപ്പിച്ചതായ, വേദനിപ്പിച്ച മറ്റൊരു കാര്യം, പുത്തുമലയിൽ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ആ വലിയ ദുരന്തം അനേക ജീവനുകൾ നഷ്ടപ്പെട്ടു. എങ്ങനെയോ ഏതു വിധേനയോ അവിടെ നിന്ന് ചില ജീവിതങ്ങൾ രക്ഷപ്പെട്ടു. അവർ സ്വയം രക്ഷയ്ക്ക് വേണ്ടി തങ്ങളുടെയും തങ്ങളുടെ കുടുംബങ്ങളുടെയും തലമുറകളുടെയും ഒക്കെ നന്മയ്ക്ക് വേണ്ടി അവരവിടെ നിന്ന് ചൂരൽമലയിലേക്കും വെള്ളിയാർമലയിലേക്കുമൊക്കെ അവർ കുടിയേറി പാർത്തു. നോക്കണം, ദുരന്തങ്ങൾ അവരെ വിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസമുണ്ടായ ദുരന്തത്തിൽ പുത്തുമലയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതായ പലരും ചൂരൽമലയിലെ ആ വലിയ ദുരന്തത്തിൽ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു. എത്ര വേദനാജനകമാണ്. സ്വയം രക്ഷയ്ക്ക് വേണ്ടി അവർ കടന്നു വന്നതാണ്. പക്ഷേ ദുരന്തങ്ങൾ അവരെ വിട്ടില്ല. വലിയ ദുരന്തങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. വേദനയല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായതായ ആ ദുരന്തങ്ങൾ ഭൂമിക്ക് താങ്ങുവാൻ കഴിയാത്ത നിലയിലാണ്. ഇതവിടെ മാത്രമല്ല കേട്ടോ, വയനാട് മാത്രമല്ല, ഇടുക്കി മാത്രമല്ല, ഇത് ലോകത്തിലുള്ള എല്ലാവരെയും കൂടെ കണ്ടുകൊണ്ടാണ് പറയുന്നത്. മനുഷ്യൻ്റെ അകൃത്യം, പാപം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നത് പോലെയല്ല ഇപ്പോൾ. മനുഷ്യൻ ഏത് തിന്മയ്ക്കും, എന്ത് അകൃത്യത്തിനും, ഏത് മോശമായ കാര്യങ്ങൾക്കും ഒരു മടിയുമില്ലാതെ അവർ തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ഭൂമിക്കൊരു ഭാരമാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യന് മാത്രമല്ല, ഈ ഭൂമിക്കും ഒരു ഭാരമാണ്. ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, ഇത് പറഞ്ഞറിയാം, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. കഴിഞ്ഞ ദിവസവും നമ്മൾ വാർത്താമാധ്യമങ്ങളിൽ കണ്ടു, വയനാടിൻ്റെ പല പ്രദേശങ്ങളിലും ഭൂമിയുടെ അന്തർഭാഗത്ത് കൊടും ഭീകരമായ ശബ്ദങ്ങൾ കേൾക്കുന്നു. ഭൂമിക്കെന്തോ ചലനങ്ങൾ സംഭവിക്കുന്നത് പോലെ ഭവനത്തിലും അവരായിരുന്ന ഇടങ്ങളിലൊക്കെ വലിയ ചലനങ്ങൾ ഉണ്ടാകുന്നു. ഭൂമിക്കെന്തോ സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുവാനിടയായിരുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്താ ഇതിൻ്റെ പിന്നിൽ രഹസ്യം? ഇത് ദൈവത്തിൻ്റെ വികൃതികൾ മാത്രമല്ല കേട്ടോ. ഇത് മനുഷ്യൻ തങ്ങളുടെ ദുഷ്ട പ്രവൃത്തികളിൽ നിന്ന് നേരായ, ന്യായമായ, നീതിയായ അവസ്ഥയിലേക്ക് കടന്നു വന്ന് അവരൊക്കെയും നേരുള്ളവരായി ജീവിക്കണമെന്ന്
ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ സംഭവങ്ങൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നതായിരിക്കും. അവർക്ക് സംഭവിച്ചത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു എന്ന് തിരുവെഴുത്തിലൊരു ഭാഗത്ത് പറയുന്നുണ്ട്. മറ്റുള്ളവർക്ക് സംഭവിക്കുന്നത് അയ്യോ അവരുടെ കുറ്റം കൊണ്ടാണ്, തെറ്റാണ്, അവരുടെ പാപമാണ് എന്ന് പറഞ്ഞ് നമ്മളതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല. നിന്നെ അതിൽ നിന്ന് മോചിക്കുവാൻ, വിടിവിക്കുവാൻ നിനക്കൊരു ദൃഷ്ടാന്തമായി സംഭവിച്ചു. അതുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുക, സത്യദൈവത്തെ അറിയുക, നിത്യനായ ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി അവകാശമായി തീരുക. ഇത് ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുകയാണ്. ഭൂമിക്ക് കുലുക്കം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഭൂമിക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്കാർക്കും പറയുവാൻ കഴിയില്ല, പ്രവചിക്കുവാൻ കഴിയില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങാൻ തുടങ്ങി. ഭൂമിക്ക് മനുഷ്യൻ്റെ അകൃത്യം, മനുഷ്യൻ്റെ പാപം താങ്ങുവാൻ കഴിയാത്ത നിലയിലായതുകൊണ്ട് ഈ ഭൂമി അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി പൊടുപടെ പൊട്ടുന്നു. ഭൂമിക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ പോവുകയാണ്. ഈ ഭൂമിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഭൂമി പൊടുപടെ പൊട്ടുന്നു. ഭൂമി കീറുകയാണ്, കീറുന്നു. ഭൂമി കിടുങ്ങുന്നു. ഈ നാളുകളിൽ നടന്ന സംഭവങ്ങൾ ഇതുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ എത്ര യാഥാർത്ഥ്യമായ, സത്യമായ കാര്യങ്ങളാണ്. മാത്രമല്ല, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു. ഈ ഭൂമി ഇളകുവാൻ പോവുകയാണ്. ഈ ഭൂമിക്കിളക്കം സംഭവിക്കാൻ പോവുകയാണ്. പക്ഷേ വേദപുസ്തകത്തിൽ ഹഗായി പ്രവാചനത്തിൽ നാം വായിക്കുമ്പോൾ കാണുവാൻ ഏതൊരു കാര്യമുണ്ട്. ഈ ഭൂമിക്ക് മാറ്റമുണ്ടാകും, അടിസ്ഥാനങ്ങൾ കുലുങ്ങും. ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലും സമുദ്രത്തിലുള്ള സകലത്തിന്മേലും വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഇത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ അകൃത്യമാണ്, മനുഷ്യൻ്റെ പാപമാണ്. അതുകൊണ്ട് സകല മനുഷ്യരും സത്യദൈവത്തെ അറിയണമെന്നും നീതിയായി, ന്യായമായി, സത്യമായി ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ സംഭവങ്ങൾ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അയ്യോ അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പരിതപിക്കുകയല്ല, പശ്ചാത്തപിക്കുകയല്ല. നമ്മൾ മാനസാന്തരപ്പെടുവാൻ, മടങ്ങി വരുവാൻ ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. ഇത് എന്തിനു വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. ഈ ഭൂമിക്ക് ഒരു വീണ്ടെടുപ്പുണ്ട്. വേദപുസ്തകം തന്നെ പറയുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഭൂമി ഞരങ്ങിക്കൊണ്ടിരിക്കുക. ഇതിനു വേണ്ടി, ഒരു വീണ്ടെടുപ്പിന് വേണ്ടി അത് പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. മനുഷ്യൻ മാത്രമല്ല, ഭൂമിക്ക് മാത്രമല്ല, സകല ചരാചരങ്ങൾക്കും ഒരു വീണ്ടെടുപ്പുണ്ട്. ഈ ഭൂമി അതിനുവേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ കണ്ണൊന്ന് തുറപ്പിക്കുവാൻ ഇടയാകുന്നുവെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, അതിൻ്റെ അകൃത്യം അതിൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. മനുഷ്യൻ്റെ പാപം, അകൃത്യം, കൃത്യമല്ലാത്ത കാര്യങ്ങൾ, അനീതിയായ കാര്യങ്ങൾ, അയോഗ്യമായ കാര്യങ്ങൾ, അത് ഈ ഭൂമിക്ക് താങ്ങുവാൻ കഴിയത്തില്ല. അതാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മളെ വിളിച്ചറിയിക്കുന്നത്. ജനത്തെ നേരായി നടത്തേണ്ടവർ, പരിപാലിക്കേണ്ടവർ, സത്യത്തിന് വേണ്ടി നിൽക്കേണ്ടവർ, നീതിക്ക് വേണ്ടി നിൽക്കേണ്ടവർ, ന്യായത്തിന് വേണ്ടി നിൽക്കേണ്ടവർ എല്ലാം വഴിതെറ്റി അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭൂമിക്ക് താങ്ങുവാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യസ്നേഹിതരെ, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന മഹാസംഭവങ്ങൾ ഒരു യാദൃച്ഛികമാണെന്നോ അസംഭവമായ കാര്യമാണെന്നോ പറഞ്ഞ് അതിനെ തള്ളിക്കളയാതെ ജീവിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു മാതൃകയാക്കി, അല്ലെങ്കിൽ ഒരു സാദൃശ്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന കാര്യം, ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒന്ന് മടങ്ങി വരാം, ദൈവത്തിങ്കിലേക്ക് ഒന്ന് മടങ്ങാം, സത്യദൈവത്തെ അറിയാം,
സത്യദൈവത്തിന് വേണ്ടി ജീവിക്കുക. നീതിയോടും ന്യായത്തോടും അവൻ സത്യത്തിനു വേണ്ടി നിലനിൽക്കുവാൻ ഇടയാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം എന്ന് ഓർപ്പിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. അതൊരു പ്രോത്സാഹനമായിരിക്കും. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ച് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു.